ഹായ് ഹലോ നമസ്കാരം. ആങ്കർ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, വേറെ ഒന്നുമല്ല, കുറച്ച് വേറെ ഷൂട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് കുന്നിക്കോട് പത്തനാപുരം പോകുന്ന റോഡ് റിയ ബെല്ല ഇന്നോവേഷൻസിലാണ്. ഇന്നോവേഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, ഈ ബാക്കിലിരിക്കുന്നതൊക്കെ ഗോൾഡ് കവറിങ്. ഇനി കള്ളന്മാരെ നമുക്ക് ഒരിക്കലും പേടിക്കണ്ട എന്നുള്ളതാണ് സത്യം. കാര്യം ഇപ്പൊ സ്വർണ്ണത്തിന് വില കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പൊ സ്വർണ്ണത്തിനെ നമുക്ക് കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള മോഡൽസ് ആണ് ഇവിടെ ഉള്ളത്. നല്ല മോഡൽസ് ഉണ്ട്. സ്വർണം എവിടെ പോയി നമുക്ക് നോക്കണ്ട, ഇതിട്ട് വേണമെങ്കിൽ നമുക്ക് കല്യാണം നടത്താം. ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് റിൻസിയാണ്. റിയ ബെല്ല പിന്നെ ബ്യൂട്ടി സലൂണിന്റെ അതേ സംരംഭക തന്നെയാണ്. രണ്ടാമത്തെ ഒരു സ്ഥാപനമാണ് ഇന്നോവേഷൻസ്. വാ, റിൻസി ഉണ്ട്. പേരെന്തോ? നിഷ. നിഷ, വാ, സ്ട്രോങ് ആയിട്ട് അടുത്ത് വാ. ആരും ഒന്നും പറയത്തില്ല. അപ്പൊ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ചോദിക്കാൻ പോകുന്നത്. റിൻസി ഇവിടെ തുടങ്ങി എത്ര ആളായി? എങ്ങനെയാണ് തുടങ്ങിയിട്ട്? ഞാൻ നോക്കിയിട്ട് ഈ ഒരു ഏരിയയിൽ ഈ ഒരു സ്ഥാപനം അല്ലാതെ വേറൊരു സ്ഥാപനം ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ഗോൾഡ് കവറിങ്ങിന്റെ ഒരു സ്ഥാപനം ഇവിടെ ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പം തീർച്ചയായിട്ടും ഈ ഏരിയയിലുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫലപ്രദമാവുന്ന, നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറേ നല്ല കളക്ഷൻസ് കാണാം. വീഡിയോയിലേക്ക് പോകാം. Feeling so much worse, it's only the first of the month. I knew that I'd be insecure, I didn't think it hurt this much. Like I don't wanna lose. പേരെന്തോ? നിഷ. നിഷ ഈ ഷോപ്പിലല്ലാതെ വേറെ ഇങ്ങനെയുള്ള ഗോൾഡ് കവറി ഷോപ്പിൽ ആദ്യം പോയിട്ടുണ്ടോ? നിന്നിട്ടില്ല. ആദ്യമായിട്ടാ. അപ്പൊ എങ്ങനെ അറിയാം കറക്റ്റായിട്ട് ഇവിടുത്തെ വിലയും? ഇല്ലെങ്കിൽ ഈ നമ്മൾ 916 22 ക്യാരറ്റ് 24 ക്യാരറ്റ് 18 ക്യാരറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇതെങ്ങനെ കണ്ടുപിടിക്കും? കാര്യം 1 ഗ്രാം ഏതാണ് മറ്റേ നമുക്ക് അറിയത്തില്ല. എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങോട്ട് നോക്കാതെ എൻ്റെ അടുത്ത് പറ. അത് നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ക്വാളിറ്റി കാണുമ്പോ തന്നെ മനസ്സിലാവും. അന്ന് ക്വാളിറ്റി കാണിച്ചെന്ന് പറഞ്ഞേ. ഇത് കണ്ട ഗോൾഡ് അല്ലാന്ന് പറയാൻ നമുക്ക് പറ്റില്ല. 1 ഗ്രാമിന്റെ അറിയാൻ ചോദിച്ചത്. 1 ഗ്രാമിന്റെ. ഇത് 1 ഗ്രാം, ഇത് 1 ഗ്രാം. 1 ഗ്രാം അല്ലാത്ത ഏതാ? ഇതൊന്നും 1 ഗ്രാം അല്ല. ഈ കിടക്കുന്ന ഇതെല്ലാം ഞാൻ കൂട്ടിയിട്ടിട്ട് 1 ഗ്രാം ഏതാ ഇതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന്. പെട്ടെന്ന് കണ്ടുപിടിക്കുകയല്ല, നമ്മൾ അറിയാവുന്നവർക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതാണ് ഞാൻ ചോദിച്ചത്. അത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ. എക്സ്പീരിയൻസ് ഇല്ല, നിഷയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നിഷ കണ്ടുപിടിക്കും. അതെ, ഞാനിപ്പോ ഇതുമായിട്ട് കുറച്ച് ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ നിന്ന് ഇപ്പൊ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് പ്യൂരിറ്റി ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അതിന്റെ ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ട ഇതും ഗോൾഡും കൂടെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അത് ഗോൾഡ് അല്ല. ക്യാമറ പറയുന്നത് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ലല്ലോ. അതല്ല ഞാൻ ചോദിച്ചതല്ലേ. ഇപ്പൊ എല്ലാ ആൾക്കാരും ഗോൾഡ് ആരും ഇടാറില്ല. കാര്യം വില കൂടുതലാണ്ട് എപ്പോഴാണ് പിടിച്ചു പറിച്ചോണ്ട് പോകുന്ന അറിയാൻ പറ്റില്ല. ഗോൾഡ് ആണെങ്കിൽ പറയത്തില്ല, ഗോൾഡ് അല്ലാതെ പറയുള്ളൂ. അതാണ് ചോദിച്ചത്. ഐഡിയ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് പ്യൂരിറ്റി മനസ്സിലാക്കുമെന്നാണ് നിഷ പറയുന്നത്. ശരി, ഇവിടെ എത്ര രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട് സാധനങ്ങൾ? ഇവിടെ നമുക്ക് കുറഞ്ഞ, അതായത് 1 ഗ്രാം അല്ല. ഞാൻ ഇത് ചോദിക്കുന്നില്ല, ലെഗ് പീസ് ആണ്. അത് ഏത് ഐറ്റം ആണെന്ന് ഞാൻ ചോദിച്ച. ചിക്കൻ കട വന്നിട്ട് ലെഗ് പീസ് ചോദിക്കാനല്ലേ ചോദിച്ചത്? അല്ല, ഐറ്റം അനുസരിച്ചാണ്. ഇപ്പൊ ലെഗ് പീസ് ആണോ അതോ നെക്ലേസ് ആണോ അതോ ലോങ് ചെയിൻ? അതായത് ഇങ്ങനത്തെ വലിയ ഹെവി ആയിട്ടുള്ള മോഡലാണോ സിമ്പിൾ ഐറ്റംസ് ആണോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഇതിനെന്താ വില വരും? അത് റേറ്റ് ഒന്നും നോക്കണം. നോക്കൂ, ഞാൻ പറഞ്ഞുതരാം റേറ്റ്. ഞാൻ 3 റേറ്റ് പറയാം. ആ 3 റേറ്റിൽ ഏത് റേറ്റ് ആണെന്ന് പറയണം. ഓക്കെ. 450, 750, 350. 450 ആണല്ലോ? കറക്റ്റ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാം കേട്ടോ. തീർച്ചയായിട്ടും ഇത് ഞാൻ നിശ്ചയ പഠിപ്പിക്കാൻ വന്നതൊന്നുമല്ല കേട്ടോ. കാര്യം ഇവിടുത്തെ 5 ദിവസം അയാൾ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും ഈ ഷോപ്പായിട്ട് എനിക്കൊരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറയുന്നത്. അപ്പൊ ഇവിടെ കല്യാണ പാർട്ടികൾക്ക് വന്ന ഹെൽപ്ഫുൾ ആണോ സാധനങ്ങൾ എടുക്കാൻ? അതെ, നമുക്ക് ഇപ്പൊ അഫോർഡബിൾ ആയിട്ടും ഉണ്ട്, അല്ലെങ്കിൽ റെന്റൽ ആയിട്ടും കൊടുക്കുന്നുണ്ട്. റെന്റലാകുമ്പോ എത്ര രൂപ? റെന്റലാകുമ്പോൾ അത് നമുക്ക് എടുക്കുന്ന ദിവസം അനുസരിച്ച്. ഒരു ദിവസം എടുക്കുമ്പോ എത്ര? അങ്ങോട്ട് എന്തിനാ നോക്കുന്ന കൂടെ? ചേച്ചി റെന്റലിന്റെ കാര്യമൊന്നും പറഞ്ഞു. അതല്ല ചോദിക്കട്ടെ, ഒരാളെ നമ്മൾ നടത്തുമ്പം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നതല്ലേ വീഡിയോ എടുക്കാൻ? റെന്റലിന്റെ കാര്യം നമ്മൾ ഇതുവരെ ഒന്നും ആയിട്ട്. അത് എൻ്റെ തെറ്റാണോ? ഞങ്ങൾക്ക് 2 പേർക്കും തിരക്കുണ്ട്. ഞങ്ങൾ എത്ര മണിക്ക് ഇവിടെ വന്നതാ? നിഷ അത് കാര്യം ആലോചിക്കണം. ഞങ്ങൾ തമാശ കാണിക്കാൻ വന്നതല്ല. നിഷയ്ക്ക് എല്ലാ കാര്യങ്ങളും റിൻസി പറഞ്ഞു കൊടുക്കുന്നതാണ് റിൻസി കടയിൽ വെച്ച് പറഞ്ഞത്. കടയിൽ വെച്ച് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞേ? അണ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിഷ അപ്പോൾ കറക്റ്റായിട്ട് പറയാമെന്ന് പറഞ്ഞു. പറഞ്ഞോ ഇല്ലയോ? റിൻസി പറഞ്ഞോ ഇല്ലയോ? എൻ്റെ മുഖത്ത് നോക്കണ്ട.
അങ്ങോട്ട് എന്തിനാ നോക്കുന്നത്? ആ പുള്ളിക്കാരി വന്നപ്പോൾ തൊട്ട് ഫോൺ ഓണാക്കി വെച്ചോട്ട് ഞങ്ങളെ വീഡിയോ എടുക്കല്ലേ, വീഡിയോ എടുത്തേക്കല്ലേ, കാര്യമായിട്ട് പറഞ്ഞു ഞങ്ങളിത് എപ്പിസോഡ് ഇടാനുള്ളതാ. ഓണാക്കി വെച്ചോണ്ടിരിക്കുക കുറേ നേരം കൊണ്ട്. ഇത് പേരെന്താ പറഞ്ഞ? ഗ്രേസിയോ? ഉങ്ങളോടെ വീഡിയോ പാക്കമാണ് എടുത്തിട്ട് പോ. എനിക്ക് ദേഷ്യം വന്നിരിക്കും. സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്തോ റെൻസി കാണിക്കുന്നത്? അല്ല ആക്ച്വലി എന്തോ ഞങ്ങളെ പൊട്ടന്മാർ ഇതിപ്പോ ഞങ്ങളെ വീഡിയോ ഇറക്കും, വീഡിയോ കൊടുക്കണ്ടേ? ഇത് നിശ കട്ടിയിടാം. കറക്റ്റായിട്ട് പറയണം. രണ്ടിൽ എത്ര എന്തൊക്കെയാ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലാരിഫൈ ചെയ്ത്. അത് ശരി. എങ്കിൽ പിന്നെ ഞാൻ വാട്സാപ്പിൽ അയച്ചു തരട്ടെ. 1000 റെന്റലിന് ഏത് പീസ് എടുത്താലും എത്ര എടുത്താലും, ഉദാഹരണത്തിന് ഇത് റെന്റൽ എടുത്തോണ്ട് കഴിഞ്ഞാൽ എത്ര വാങ്ങിക്കും റെന്റല്? ഫസ്റ്റ് മുതലാളിക്ക് അറിയത്തില്ല വിൽക്കുന്ന വില എത്ര. ഇത് വിൽക്കുന്ന വിലയാണ്. ഞാൻ റെന്റലിന്റെ കാര്യം ചോദിച്ചത്. അപ്പൊ ഏതാ റെന്റൽ കൊടുക്കുന്നത്? ഇതാണോ റെന്റലിന് കൊടുക്കുന്നത്? ആണോ? അപ്പൊ അത് പറയണ്ടേ? ഇപ്പൊ ഇത് സെറ്റോടെ കൊടുക്കുമ്പോ നിങ്ങൾ എത്ര വാങ്ങിക്കുന്നത്? ഒരു ദിവസം അല്ലേ? ഒരു പിന്നെ അത് കഴിഞ്ഞുള്ള ദിവസം വന്നാ ഇത് റെന്റലിന്റെ ഇനിയെങ്കിലും പഠിക്കണം. ഇവിടെ എത്ര ദിവസം വന്നിട്ടെന്ന് പറഞ്ഞ്? ഇത് പിടിച്ച് ഒരാഴ്ചയായി. ഒരാഴ്ച വരുമ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞാല് ഞങ്ങളെ പോലുള്ള ആൾക്കാർ, ഞാൻ വലിയ ബ്ലോഗറാന്ന് പറയുന്നില്ല, ബ്ലോഗറൊന്നും അല്ല, ചുമ്മാ ജസ്റ്റ് വന്നപ്പോ എനിക്കൊരു പേജ് ഉണ്ട് അതിനകത്ത് ഇടാന്ന് വിചാരിച്ചു. അത് തെറ്റാ. ഒരാഴ്ചയുള്ളൂ എന്ന് പറയുന്നത് തെറ്റാ. അങ്ങനെ പറയരുത്. നമ്മൾ ഒരു ദിവസം മുന്നല്ലേ നമ്മൾ വീട് പഠിച്ചിരിക്കണം കറക്റ്റ് ആയിട്ട്. ഓർണമെന്റിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇതൊക്കെ ഏതാ? ഇയാള് കൂടുതൽ സംസാരിക്കണ്ട കേട്ടോ. ഇയാള് കൂടുതൽ സംസാരിക്കണ്ട, മനസ്സിലായോ? ഇയാള് കറക്റ്റ് കാര്യങ്ങൾ സ്റ്റാഫിന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്ത് പരീക്ഷ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇയാളിപ്പോ തെറ്റ് പറയാ, തെറ്റ് പറഞ്ഞ ഇയാളുടെ കടക്കെ ബാധിക്കൂ, റെൻസിയുടെ കടയെ ബാധിക്കൂ? ബാധിക്കൂല്ലയോ? ഇയാളെ വേണ്ട, ഇയാളെ സംസാരിക്കണ്ട, ഇയാളെ സംസാരിക്കണ്ട. അല്ല കളിയാക്കുന്ന രീതിയില്ല, അതൊന്നും വേണ്ട. ചൂടാക അല്ല. എന്തിനാ റൈസ് ചെയ്യിപ്പിക്കുന്നതിനാ? അല്ലല്ല, ഒരു കാര്യം പറയട്ടെ, നിഷ അവിടെ നില്ല്, നിഷ പോകരുത്. ഇത് കൈവച്ച് അല്ലല്ല, ഇത് വൈൻഡപ്പ് ചെയ്യണം, ഇത് വൈൻഡപ്പ് ചെയ്യണം. എന്താ ചൂടാ? എന്താ കൈന്ന് വിട്. അല്ല മനസ്സിലാക്കാന്ന് പറഞ്ഞ ഇയാള്, ഞാൻ ചോദിക്കട്ടെ ഗ്രേസി, ഒരു മുതലാളിയാവുമ്പോ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണോ വേണ്ടായോ? നിങ്ങൾ അത് ബ്യൂട്ടി പാർലർ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ നിൽക്കുന്നവർക്ക്? വേണോ വേണ്ടായോ? എന്താ ചൂടായ? എന്താ ഇല്ല പോകുന്നില്ല, പിന്നെ കടയിൽ നിന്ന് ഇറക്കി വിടാം. അത് ശരിയാകത്തില്ലല്ലോ. അങ്ങനെ ഇറക്കി വിടുന്നത് എന്തിനാ? ദേഹത്ത് പിടിക്കാതെ മാറ്. ഇല്ലല്ല വേണ്ട, അങ്ങനെ പിടിക്കണ്ട. ക്യാമറ പോയിക്കൊണ്ടിരിക്കുക, അത് മോശം. ക്യാമറ പോയിക്കൊണ്ടിരിക്കുക. അല്ലല്ല, ഇയാളെന്താ പഠിക്കാത്ത? എന്താ എന്തോരം പഠിച്ചിട്ടുണ്ട്? ടീച്ചറായിരുന്നു. എന്നിട്ട് കൂടി എന്താ ഇത്രയും കറക്റ്റ് ആയിട്ട് പറയാത്ത? എന്താ ചക്കയ്ക്ക് എന്താ വില അവിടെ? അപ്പുറത്തെ പഴം തൂക്കിട്ടിരിക്കും. ഇവിടുത്തെയാണോ ഏത്തക്കലോ? ഇവിടത്തെ അല്ലേ? പിന്നെ അത് അതിന്റെ വില കൂടെ അതൊക്കെ പറയണമെന്നാ പറഞ്ഞത്. ഫ്രണ്ട്സ് അങ്ങനല്ലേ പറഞ്ഞത്? അല്ലയോ? അനീഷ അമൃത് എന്തോട് പറഞ്ഞേ? അപ്പുറത്തെ കൊലക്കട ഇതാ ഇങ്ങോട്ടിരിക്കുന്ന പച്ചച്ചിങ്ക ഏത്തക്കൊലയൊക്കെ കിടക്കുന്നത്. അവിടെ കയ്യിലൊക്കെ കാണിക്കുന്നത് എത്ര രൂപയൊക്കെ? എത്ര? ഇന്നത്തെ വില എത്ര? പഴം വാങ്ങിക്കുന്നല്ലേ? നിങ്ങളുടെ കടയില്ലയോ അത്? പുള്ളിക്കാരി എങ്ങനെ പറഞ്ഞേ? എന്ത് പറയും ചെയ്ത്? അനീഷ ആരാ പറഞ്ഞ? പിന്നെ ഇല്ലയോ? ശരി, ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇത് എനിക്ക് വീഡിയോ ആക്കണമല്ലോ. അതടുത്ത് കുത്ത്. അവിടെ എവിടാ കുത്തിരുന്ന? അവിടെ കുത്ത്. അത് കുടിക്കല്ലേ? ഇത് കുത്തിക്കൊടുക. ഇങ്ങനെ വെച്ചാ മതി. ചുമ്മാതെ ഓണാന്നോ? ഓണാ. നീ പൊട്ട കളിക്കാൻ വാറോ പറയടാ. എന്തുവാ കണ്ണടയ്ക്കുന്നില്ല, കഥ കളിക്കുന്നുണ്ടെങ്കിലും കാണിക്കുന്നത്. ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോ ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? എല്ലാം പറഞ്ഞോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. റെന്റലാണോന്ന് ചോദിച്ചപ്പോ എന്തോ പറഞ്ഞേ? സ്ഥലം മുനിസിപ്പൽ സ്റ്റേഡിയത്തിനടുത്ത്. അവിടെ ഒരു വണ്ടി ഓടിക്കാൻ രാജേന്ദ്രൻ അറിയോ? വണ്ടി ഓടിക്കുന്ന രാജേന്ദ്രൻ അറിയത്തില്ലേ? പെയിന്റ് അടിക്കുന്ന ശശി അറിയോ? ഇല്ല, അറിയത്തില്ല. പോലീസ് സ്റ്റേഷൻ അറിയോ? എസ് ഐ ആരാ അവിടുത്തെ? എസ് ഐയുടെ പേര് മറന്നുപോയി.
അപ്പോൾ ഇതൊരു പ്രാങ്കായിരുന്നു. പ്രാങ്കാന്ന് മനസ്സിലായിട്ടൊന്നും ഇല്ലെന്ന് മനസ്സിലായെന്നല്ലേ പറഞ്ഞത്. ഒരിക്കലും ഇല്ല. ആദ്യം എന്തോ തോന്നുന്നു, ടെൻഷനായോ? ഇങ്ങനെ ഇവിടെ നിർത്തി എന്തിനാന്ന് വെച്ചപ്പോൾ പ്രിൻസിയോ ടെൻഷനായോ? ഞങ്ങൾ ആദ്യം ആ പുള്ളിക്കാരിക്ക് കൊടുക്കാം, അതായത് വീഡിയോയിലുണ്ട്. പിന്നെ പുള്ളിക്കാരി ഒരു കാര്യത്തിലും വീഡിയോയിൽ വരത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇത് സുഹൃത്തുക്കളെ ജസ്റ്റ് ഞാനത് എൻ്റെ മാമൻ്റെ മോളാണിത്, ഇവളുടെ ഷോപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചാൽ എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രാങ്കായിട്ട് നമ്മൾ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ റിയാബെല്ല ഇന്നോവേഷൻസ് ഗോൾഡ് കവറിംഗ് പത്തനാപുരം പോകുന്ന റൂട്ടിൽ കുന്നിക്കോടുന്ന് ഏകദേശം 400 മീറ്റർ വരുമ്പോൾ ഒരു ചെറിയൊരു കൊലക്കടയുണ്ട് ഇവിടെ. അതിന് തൊട്ടിപ്പുറത്തായിട്ടാണ് ഉള്ളത്. അതാ ലാൻഡ്മാർക്ക് പറയാൻ പറ്റും കേട്ടോ. കൊലക്കട അവിടുത്തെ അല്ലെന്ന് എനിക്കറിയാം. എന്നും കുറെ പഴം വാങ്ങിക്കാൻ പോകാറുണ്ടെന്ന്. എന്താ പറയാനുള്ളത്? പറഞ്ഞോ. ശരി, നമ്മുടെ ഷോപ്പിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു. എന്താ നമ്മുടെ ഇവിടുത്തെ കളക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ബ്രൈഡൽ കളക്ഷൻ ഉണ്ട്, പിന്നെ ബീഡഡ് കളക്ഷൻ, ആന്റിക് കളക്ഷൻ, അങ്ങനെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് അഫോർഡബിൾ പ്രൈസിനുള്ളതും പിന്നെ റെന്റലിനുള്ളതും എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ എന്തായാലും ഫാൻസി ഐറ്റംസും ഉണ്ട്. അപ്പം റിജിയോടോ തീർച്ചയായിട്ടും വളരെ സന്തോഷം. അപ്പൊ ഇനി നിങ്ങൾ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യം കുറച്ചൊന്ന് ടെൻഷനായി പോയി, എന്നാലും അവളെ ഏറ്റവും കൂടുതൽ അല്ലെ എനിക്ക് പ്രാങ്കായി മനസ്സിലായി. അവള് പെട്ടെന്ന് ടെൻഷനായി പോയി. ഷോപ്പിൽ നമുക്ക് ഇപ്പൊ റെന്റലിന് വേണ്ടിയിട്ടുള്ള ഓർണമെന്റ്സ് ഐറ്റംസ് ഉണ്ട്, അതേപോലെ തന്നെ ഗോൾഡ് കവറിങ് 6 മാസം ഗ്യാരണ്ടിയുടെ എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ കുപ്പിവളകളും നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിവിടെ സെയിലൊക്കെ ചെയ്യുന്നത്. ഇത് കുന്നിക്കോട് നിന്ന് പത്തനാപുരം പോകുന്ന റൂട്ടാണ് കേട്ടോ. കിടങ്ങേൽ ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇടും. പിന്നെ ഒരു മാസം ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. കുറച്ച് തിരക്കുണ്ടായിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കിയിരുന്നു, കുറച്ച് തിരക്കുണ്ടായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ നിങ്ങൾ കീപ് സപ്പോർട്ടിങ്. അതുപോലെ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഇടാം, എങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇടാമെന്നുള്ളത് നിങ്ങൾ നിർദ്ദേശിക്കുക. ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഇത് ഓൺ ഷോപ്പായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നവരേക്കും. സൈനിങ് ഓഫ്, അനീഷ് ഖാൻ.